വിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും 20 കിലോ വെയിറ്റ് ഉള്ള ഒരു ബാർബെൽ ഉയർത്താൻ കഴിയുന്നില്ല. പെട്ടെന്ന് അച്ഛൻ മുകളിലേക്ക് കയറി വരുന്ന ശബ്ദം കേട്ടതും അവൻ അതിന്റെ വെയിറ്റ് കൂട്ടുന്നു. അച്ഛൻ അകത്തേക്ക് കയറി വന്നതും അവൻ ഇപ്പോൾ വലിയൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതുപോലെ ആക്ട് ചെയ്യുന്നു. അച്ഛൻ അത് കണ്ട് ഹാപ്പി ആവുന്നു. കാരണം അവരുടേതൊരു സൂപ്പർ ഹീറോ ഫാമിലിയാണ്. അച്ഛന് വലിയൊരു റോബോട്ടിനെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അമ്മയ്ക്ക് പറക്കാനും അപ്രത്യക്ഷമാകാനും സാധിക്കും. പക്ഷെ ഇവന് മാത്രം ഇതുവരെയും ഒരു പവേഴ്സും കിട്ടിയിട്ടില്ല. എന്നാൽ ഇവന്റെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി കാരണം അവന് ചെറിയൊരു പണി കിട്ടുന്നു. പാരന്റ്സ് അവനെ സൂപ്പർ ഹീറോ സ്കൂളിൽ ചേർക്കുന്നു. അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഓരോ വ്യത്യസ്തമായ പവർ ഉണ്ട്. ഈ പെണ്ണിന് ഫ്രീസിംഗ് പവർ ആണുള്ളത്. ഇവന് റബ്ബർ പോലെ വലിയാൻ സാധിക്കും. ഇവന് മിന്നലിനേക്കാൾ സ്പീഡിൽ ഓടാൻ കഴിയും. വൈകാതെ അവരുടെ എൻട്രൻസ് ടെസ്റ്റിനായി അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. നല്ല പവർ ഉള്ളവരെ ഹീറോ ക്ലാസ്സിലേക്കും കുറഞ്ഞ പവർ ഉള്ളവരെ മറ്റൊരു ക്ലാസ്സിലേക്കും അയക്കുന്നു. വില്ലിന്റെ ചാൻസ് എത്തിയതും അവൻ അധ്യാപകനോട് തനിക്കൊരു പവറുമില്ലെന്ന് രഹസ്യമായി പറയുന്നു. അവൻ തമാശ പറയുന്നതാണെന്ന് വിചാരിച്ച് അധ്യാപകൻ മുകളിൽ നിന്നൊരു കാർ താഴേക്കിടുന്നു. ഭാഗ്യത്തിന് വേഗം തന്നെ അവൻ തറയിൽ കിടന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുന്നു. അതിനുശേഷം അവൻ അമ്മയുടെ പവർ ആയിരിക്കും കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിച്ച് അധ്യാപകൻ അവനെ പറത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അത് കണ്ടതും അവൻ പറഞ്ഞത് സത്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവനെ കുറഞ്ഞ പവേഴ്സ് ഉള്ളവരുടെ ക്ലാസ്സിലേക്ക് അയക്കുന്നു. വൈകാതെ തന്നെ അവന് പവർ ഒന്നുമില്ലാത്ത കാര്യം സ്കൂൾ മുഴുവനും അറിയുന്നു. ഒരു ദിവസം ലഞ്ച് ടൈമിൽ റബ്ബർ ബോയ് തന്റെ കൈ നീട്ടി വില്ലിനെ തള്ളിയിടുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഫയർ ബോയുടെ ദേഹത്തേക്ക് വീഴുന്നു. ദേഷ്യം വന്ന ഫയർ ബോയ് ഫയർബോൾസ് വെച്ച് വില്ലിനെ അറ്റാക്ക് ചെയ്യുന്നു. തന്റെ കയ്യിലിരുന്ന ട്രേ മെൽറ്റ് ആയത് കണ്ട് വില്ല് അവിടെ നിന്ന് തിരിഞ്ഞോടുന്നു. പക്ഷെ ഫയർ ബോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവനാവുന്നില്ല. അവസാനം വില്ലിനെ രക്ഷിക്കുന്നതിനായി അവന്റെ ഫ്രണ്ട്സ് വരുന്നു. പക്ഷെ ആർക്കും ഫയർ ബോയെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. തന്റെ ഫ്രണ്ട്സ് അപകടത്തിലാണെന്നറിഞ്ഞ നിമിഷം വില്ല് തന്റെ പവർ തിരിച്ചറിയുന്നു. അവൻ ഫയർ ബോയെ പൊക്കിയെടുത്തെറിയുന്നു. ദേഷ്യം വന്ന ഫയർ ബോയ് വലിയ ഫയർബോൾസ് വെച്ച് വില്ലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ വില്ലിന്റെ ഒറ്റയടിക്ക് അവൻ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ദേഷ്യം വന്ന ഫയർ ബോയ് വീണ്ടും വില്ലിന്റെ നേരെ വന്നതും വില്ല് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അവന്റെ തീ അണയ്ക്കുന്നു. പ്രിൻസിപ്പൽ അവിടേക്ക് വന്നതും അവർ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുന്നു. അതിനുശേഷം ഒരു ദിവസം അവിടെ ഒരു മത്സരം നടക്കുന്നു. അതിലൊരു ക്രഷറിലേക്ക് താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന ഡമ്മിയെ അതിനകത്ത് വീഴുന്നതിന് മുൻപ് രക്ഷിക്കണം. നിർഭാഗ്യവശാൽ വില്ലും ഫയർ ബോയും ഒരു ടീമിൽ വന്നിരിക്കുന്നു. അവരുടെ എതിർ ടീമിൽ വന്നിരിക്കുന്നത് റബ്ബർ ബോയും മിന്നലിനേക്കാൾ വേഗത്തിലോടുന്ന കുട്ടിയുമാണ്. ഫയർ ബോയ് ഫയർബോൾ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ റബ്ബർ ബോയ് സിമ്പിളായി എസ്കേപ്പ് ആവുന്നു. വേഗത്തിലോടുന്ന കുട്ടി വില്ലിനെ തള്ളിയിട്ട് ഫയർ ബോയ്ക്ക് ചുറ്റും വേഗത്തിലോടുന്നു. ഫയർ ബോയ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട വിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ സിമ്പിളായി പിടിച്ച് ദിശ മാറ്റി നിർത്തുന്നു. അവൻ ഓടിപ്പോയി റബ്ബർ ബോയുമായി കൂട്ടിയിടിച്ച് രണ്ടുപേരും തെറിച്ചു വീഴുന്നു. അതേസമയം വിൽ ഫയർ ബോയെ പൊക്കിയെടുത്ത് ആ ഡമ്മിക്ക് നേരെ എറിയുന്നു. അങ്ങനെ സമയം അവസാനിക്കാറായതും ആ ഡമ്മിയെ രക്ഷിച്ച് അവർ തന്നെ ആ ഗെയിമിൽ വിൻ ചെയ്യുന്നു.